കാഠ്മണ്ഡുവിൽ ഭക്തപൂരിലെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ബരാഹി ഹോട്ടലിലെ എൻ്റെ മുറിയിലെത്തി. ഒന്ന് കുളിച്ച് ഫ്രഷായി. വെയിലാറിയിട്ട് പുറത്തേക്കിറങ്ങണം. 1 മണിക്കൂർ ആ മുറിയിലെ തണുപ്പിൽ വിശ്രമിച്ചിട്ട് ഞാൻ വീണ്ടും തെരുവിലേക്കിറങ്ങി. അപ്പോഴേക്കും സൂര്യൻ ചാഞ്ഞു കഴിഞ്ഞു. നേരം ഇരുട്ടി തുടങ്ങി. ഇരുട്ടുവീണു തുടങ്ങുമ്പോഴാണ് ഈ ഭാഗത്തുകൂടിയൊക്കെ സഞ്ചരിക്കേണ്ടത്. ഇപ്പോൾ തമേൽ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും 200-300 മീറ്റർ നടന്നാൽ തമേലിലേക്ക് എത്തും. തമേലാണ് കാഠ്മണ്ഡുവിൻ്റെ ഷോപ്പിംഗ് സ്ട്രീറ്റ്, നൈറ്റ് ലൈഫ് ഏരിയ. അവിടെ എല്ലാത്തരം ടൂറിസം ആക്ടിവിറ്റികളുമുണ്ട്. ഷോപ്പിംഗ് ആണ് പ്രധാനം. കൂടാതെ ഏതാനും നൈറ്റ് ക്ലബ്ബുകളുണ്ട്, ബാറുകളുണ്ട്, നല്ല റെസ്റ്റോറൻറ്റുകളുണ്ട്, നൃത്തപരിപാടികൾ അരങ്ങേറുന്ന സ്ഥലങ്ങളുമുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ഷോപ്പുകളാണ്. കാഠ്മണ്ഡുവിൽ ഇതുവരെ കണ്ടതെല്ലാം ഇത്തരത്തിലുള്ള ഷോപ്പുകളാണല്ലോ. പെയിന്റിങ്ങുകളും കരകൗശല വസ്തുക്കളുമൊക്കെ വിൽക്കുന്ന കടകൾ, കുക്കറിയും പ്രയർ വീലുകളും ഓടക്കുഴലും സിംഗിങ് ബൗളും മാസ്കുകളും എല്ലാമുണ്ട്. ബുദ്ധിസവുമായി ബന്ധപ്പെട്ട നിരവധി സാധനങ്ങൾ, ടിബറ്റൻ സംസ്കാരത്തിൽ നിന്നുള്ള നിരവധി കരകൗശല വസ്തുക്കൾ, ഇതെല്ലാമാണ് ഇവിടെ കാണുന്നത്. പകൽ നേരത്ത് പലയിടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ടൂറിസ്റ്റുകൾ സന്ധ്യയാവുന്നതോടെ തമേലിലേക്ക് ഇറങ്ങും. അവരെ കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള സൈക്കിൾ റിക്ഷകളും വഴിയോരങ്ങളിൽ കാണാം. ഇത്തരം കെട്ടിടങ്ങളുടെ മുകളിലെ നിലകളിലാണ് ബാറുകളും മറ്റും പ്രവർത്തിക്കുന്നത്. നല്ല ഹോട്ടലുകളുമുണ്ട്, മികച്ച നിലവാരമുള്ള ഹോട്ടലുകൾ. ഇടുങ്ങിയ തെരുവുകളാണ് ഈ തമേൽ ഏരിയയുടെ പ്രത്യേകത. ധാരാളം ടൂറിസ്റ്റുകൾ സന്ധ്യയാവുമ്പോഴേക്കും ഇവിടേക്ക് ഇറങ്ങും. ഞാൻ ഈ വന്നിരിക്കുന്ന സമയത്ത് ഇവിടെ യഥാർത്ഥ ടൂറിസം സീസൺ തുടങ്ങിയിട്ടില്ല. ഒക്ടോബർ പകുതിയൊക്കെ കഴിയുമ്പോഴാണ് സീസൺ തുടങ്ങുക. തണുപ്പ് വീണു തുടങ്ങുന്ന സമയമാണ്. ഞങ്ങൾ വന്നത് സെപ്റ്റംബർ പകുതിയോടുകൂടിയാണ്. അതുകൊണ്ട് അധികം ടൂറിസ്റ്റുകളെ കൊണ്ട് ഇവിടമൊന്നും സജീവമായിട്ടില്ല. നല്ല ചൂടുള്ള ദിനങ്ങളാണ്, അതുകൊണ്ട് കൂടിയാവാം. ഇങ്ങനെ രാത്രിയിൽ ഒരു നടപ്പ് അതിഗംഭീരമാണ്. ഇടത്തെരുവുകളുണ്ട്. ഈ ഇടത്തെരുവുകളെല്ലാം ഷോപ്പിംഗ് സ്ട്രീറ്റുകളാണെന്ന് പറയാം. ഞാൻ കുറേ നേരം അതിലൂടെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു. എന്നെപ്പോലെ ഈ വൈകുന്നേരത്തെ കാഴ്ചകൾ തേടി നടക്കുന്ന കുറേ ടൂറിസ്റ്റുകളുണ്ട്. കാറും ബൈക്കും, സൈക്കിൾ റിക്ഷകൾ. രാത്രി ഏറെ വൈകുവോളം സജീവമായിരിക്കും ഈ തെരുവുകൾ. ഇവിടുത്തെ നൈറ്റ് ക്ലബ്ബുകളാവട്ടെ പുലർച്ചെ 3 മണി വരെയൊക്കെ തുറന്നിരിക്കും. എന്നാൽ ഈ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകൾ രാത്രി 10 മണിയാവുമ്പോഴേക്കും അടയ്ക്കും. ഏത് തെരുവിലുമുണ്ട് പാശ്ചാത്യരും പൗരസ്ത്യരുമായ ടൂറിസ്റ്റുകൾ. ചൈന, കൊറിയ, ശ്രീലങ്ക, US തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ. അവരെ കൊണ്ടുപോകുന്ന സൈക്കിൾ റിക്ഷകൾ. സൈക്കിൾ റിക്ഷയൊന്നും അത്ര സൗന്ദര്യമുള്ളതല്ല. ചില ഇടത്തെരുവുകൾ പെയിന്റിങ്ങിന്റെ എക്സിബിഷൻ ഹാള് പോലെയാണ്. മനോഹരമായ പെയിന്റിങ്ങുകൾ, താങ്ക പെയിന്റിങ്സ് മാത്രം വിൽക്കുന്ന കടകളുണ്ട്. ഹാൻഡിക്രാഫ്റ്റ്സിന്റെ ഷോപ്പുകളാണ് എവിടെയും. അത് ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ മടുത്തു. കണ്ട് പ്രേക്ഷകരും മടുത്തിട്ടുണ്ടാവും. ഞാനങ്ങനെ പല തെരുവുകളിലൂടെ നടക്കുകയാണ്. എന്താണ് ഇവിടുത്തെ ലൈഫ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള നടത്തം. ഇന്ന് രാത്രി കൂടിയേ ഞാൻ ഇവിടെ കാഠ്മണ്ഡുവിലുള്ളൂ. നാളെ രാവിലെ ഭൂട്ടാനിലേക്ക് പോകണം. ചില കടകൾ ഇങ്ങനെയാണ്. ഒരു പൊത്തേയുള്ളൂ. അതിനകത്ത് കച്ചവടക്കാരനിരിക്കാനുള്ള സ്ഥലം മാത്രം. ടൂറിസ്റ്റുകൾക്ക് വൈകുന്നേരമാകുമ്പോൾ ഒരു വെപ്രാളമാണ്. കടയടയ്ക്കുന്നതിന് മുൻപ് എന്തൊക്കെയോ വാങ്ങിക്കണം എന്ന മട്ടിലാണ് ചിലരുടെ പോക്ക്. ഇത്തരത്തിലുള്ള ടൂർ ഓപ്പറേറ്റർ കമ്പനികൾ കുറേ എണ്ണമുണ്ട് ഇവിടെ. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഹെലികോപ്റ്റർ ടൂർ, ബംഗി ജമ്പിംഗ്, മൗണ്ടൻ ഫ്ലൈറ്റ്, ഹോഴ്സ് റൈഡിംഗ്, ജംഗിൾ സഫാരി എന്നിവയൊക്കെ സംഘടിപ്പിക്കുന്നവർ. പെയിന്റിങ്ങുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ആർട്ട് വാളുണ്ട് ഇവിടെ. ഒരു വലിയ പെയിന്റിംഗ് മ്യൂസിയം പോലെയാണ്. അതിമനോഹരമായ പെയിന്റിങ്ങുകൾ. ഇതൊന്നും ഫോട്ടോകളല്ല, പെയിന്റിങ്ങുകളാണ്. നേപ്പാളി ഗ്രാമങ്ങളാണ് പലതിൻ്റെയും ഇതിവൃത്തം. രാത്രിയോടെ ഞാൻ അവിടെ നിന്നു മടങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ റെഡിയായി. 9:30 ആയപ്പോഴേക്കും സഞ്ചാരത്തിന്റെ അവിടുത്തെ പാർട്ട്ണർ വണ്ടി അയച്ചിരുന്നു. കാരണം എനിക്കൊരു ചെറിയ പ്രശ്നം പറ്റി. അതുകൊണ്ടാണ് രാവിലെ തന്നെ പോകുന്നത്. ഡ്രൈവർ സുജൻ ഗാർഗിയാണ്. ഇയാളാണ് ഇന്നലെ എന്നെ ഭക്തപൂരിലൊക്കെ കൊണ്ടുപോയത്. ഈ ഭാഗത്താണ് മറ്റു രാജ്യങ്ങളുടെ എംബസികളുള്ളത്. ഇടതുവശത്ത് കാണുന്നത് ബ്രിട്ടീഷ് കൗൺസിലിന്റെ ഓഫീസും മറ്റുമാണ്.
നേരെ മുന്നിൽ മെറൂൺ നിറത്തിലുള്ളതാണ് ഇവിടുത്തെ ഇന്ത്യൻ എംബസി. ഇന്ത്യൻ എംബസിയിൽ ഒരു കാര്യത്തിന് വന്നതാണ് ഞാൻ. അവിടെ ഉദ്ദേശിച്ച സമയത്ത് തന്നെ കാര്യങ്ങൾ നടന്നു. അത് നടന്നില്ലായിരുന്നെങ്കിൽ പെട്ടുപോയേനെ. കാര്യം എന്താണെന്നോ, നേപ്പാളിൽ വന്ന ഒരു ഇന്ത്യക്കാരന് ഇവിടെ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ NOC വേണം. എങ്കിലേ ഇവിടെ നേപ്പാളിൽ നിന്ന് വിമാനത്തിൽ കയറ്റുകയുള്ളൂ. കാരണം കള്ളക്കടത്തും കുറ്റകൃത്യങ്ങളും ചെയ്ത ശേഷം ഇന്ത്യക്കാരന് നേപ്പാളിലേക്ക് കടക്കാൻ എളുപ്പമാണ്. അവിടെ നിന്ന് പിന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന നിരവധി ക്രിമിനലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംവിധാനം. എനിക്ക് അക്കാര്യം അറിയില്ലായിരുന്നു. രാവിലെ ഭൂട്ടാനിലേക്ക് യാത്ര പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ സഞ്ചാരത്തിന്റെ ഇവിടുത്തെ പാർട്ട്ണർ കമ്പനി എംബസിയിൽ വിളിച്ച് എല്ലാം അറേഞ്ച് ചെയ്തു. അതുകൊണ്ട് അവിടെ ചെന്ന് ഒരു 3/4 മണിക്കൂർ കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്താനായി. എനിക്ക് NOC കിട്ടുകയും ചെയ്തു. രാവിലെ കുറച്ച് ടെൻഷൻ അടിച്ചു. ഉച്ചയ്ക്ക് 1:30-ക്കാണ് എനിക്ക് ഭൂട്ടാനിലേക്ക് പോകാനുള്ള വിമാനം. 2 മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിൽ എത്തണമല്ലോ. 11:30-ക്കെങ്കിലും എത്തണം. 10 മണിക്ക് എംബസി തുറക്കുകയുള്ളൂ. അതിനുശേഷം അവിടെ അപേക്ഷ കൊടുക്കണം. കുറേ ഡോക്യുമെന്റ്സ് സമർപ്പിക്കണം. അതിന്റെ വേരിഫിക്കേഷൻ ഉണ്ടാകും. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ നമ്മുടെ പാർട്ട്ണർ കമ്പനിയുടെ സഹായത്തോടെ അതെല്ലാം പെട്ടെന്ന് നടന്നു. അങ്ങനെ കൃത്യം 11:30 ആയപ്പോഴേക്കും ഒരു തരത്തിൽ ഓടിപ്പാഞ്ഞ് എയർപോർട്ടിലെത്തി. കാഠ്മണ്ഡു ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ചെക്ക് ഇൻ നടപടികളെല്ലാം കഴിഞ്ഞു. അവിടെ വലിയ തിരക്കില്ലായിരുന്നു. പക്ഷേ എയർപോർട്ടിലെ വെയിറ്റിംഗ് ഏരിയ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ടൂറിസ്റ്റുകളുടെ തിരക്കാണ്. ഞാൻ ഗേറ്റ് അന്വേഷിച്ച് അതിലൂടെയൊക്കെ നടന്നു. കുറേ ഷോട്ടുകളൊക്കെ എടുത്തു. 2-ാം നമ്പർ ഗേറ്റിൽ നിന്നാണ് ഭൂട്ടാൻ എയർവേസിന്റെ വിമാനം പുറപ്പെടുക എന്ന് മനസ്സിലായി. അങ്ങനെ 2-ാം നമ്പർ ഗേറ്റിലെത്തി. അവിടെ കുറച്ച് ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ യാത്ര പുറപ്പെടുമ്പോൾ നെറ്റിയിൽ കണ്ടമാനം കുങ്കുമം അണിഞ്ഞിരിക്കുന്നു. നേപ്പാളി കുടുംബങ്ങളുണ്ട്. പാരമ്പര്യ വേഷമിട്ട ഒരു ഭൂട്ടാനി വനിത, ഏതാനും ചെറുപ്പക്കാർ. ഇവരൊക്കെയാണ് എന്റെ വിമാനത്തിൽ പോരാനുള്ളത്. ഇവിടെ അധികം ആളുകൾ വരുന്നില്ല. അപ്പോൾ ഗേറ്റ് മാറിപ്പോയോ എന്നെനിക്ക് ഇടയ്ക്ക് സംശയം വരുന്നുണ്ട്. ഞാൻ പുറത്തെ കാഴ്ചകളിലേക്കൊന്നു പോയി. അവിടെ ഖത്തർ എയർവേസിന്റെ കൂറ്റൻ വിമാനമുണ്ട്. ഇത് ബംഗ്ലാദേശിന്റെ വിമാനമാണ്. അയൽ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ധാരാളം വിമാനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. ഏതായാലും ഒരു അരമണിക്കൂർ വൈകി. 1:30 ആയപ്പോൾ ഗേറ്റിൽ അറിയിപ്പ് തെളിഞ്ഞു. ഭൂട്ടാൻ എയർലൈൻസിന്റെ വിമാനം ഇവിടെ നിന്ന് തന്നെയാണെന്ന്. ആകപ്പാടെ ഞങ്ങൾ 2-3 പേരേയുള്ളൂ യാത്രക്കാരായി. ബസ്സിലാണ് വിമാനത്തിനടുത്തേക്ക് പോകുന്നത്. അതിനകവും ഒഴിഞ്ഞുകിടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ബുദ്ധസന്യാസിയും കൂടി കയറി വന്നു. ഇപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട് ഈ ബസ്സിനകത്ത്. 4 പേർക്ക് വേണ്ടി ഒരു വിമാനം കാഠ്മണ്ഡുവിൽ നിന്ന് ഭൂട്ടാനിലേക്ക് പറക്കുന്നു. ഒരു ചാർട്ടേഡ് വിമാനം പോലെ. സുഖമായി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. അപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലായത്. ഈ വിമാനം ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡു വഴി ഭൂട്ടാനിലെ പാരോയ്ക്ക് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിന്നും കയറിയ കുറേ ആളുകൾ അതിലുണ്ടാവും. ഇൻഡിഗോയുടെയൊക്കെ സർവീസുണ്ട് ഇവിടേക്ക്. ഇൻഡിഗോ 2-3 ഫ്ലൈറ്റുകൾ ഒരു ദിവസം നടത്തുന്നുണ്ട്. വിസ്താര എയർലൈൻസും ഇന്ത്യയിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. എയർ ഇന്ത്യ ഫ്ലൈറ്റുകളുമുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഒരു 8-10 വിമാനങ്ങൾ ദിവസവും ഇവിടേക്കുണ്ട്. ഇതാണ് എനിക്ക് പോകാനുള്ള വിമാനം. ഭൂട്ടാൻ എയർലൈൻസ് വിമാനമാണ്. ചെറിയ വിമാനം. ഭൂട്ടാന് വലിയ വിമാനങ്ങളില്ല. ബോയിങ്ങിന്റെയും എയർബസിന്റെയും ഒക്കെ വിമാനങ്ങളാണവ. ജെറ്റ് എഞ്ചിനൊക്കെയുള്ള വിമാനങ്ങൾ. പക്ഷേ നീളം കുറഞ്ഞതായിരിക്കും. പാരോയിലാണ് ഭൂട്ടാനിലെ ഇന്റർനാഷണൽ എയർപോർട്ട്. ആ എയർപോർട്ടിൽ വലിയ വിമാനങ്ങൾക്കൊന്നും പോയി ഇറങ്ങാൻ പറ്റില്ല. വിമാനത്തിനകത്ത് കയറിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഭൂട്ടാൻ എയർലൈൻസിന് ഈ സർവീസൊക്കെ എങ്ങനെയാണ് മുതലാകുന്നതെന്ന് എനിക്ക് സംശയമായി. ഒരു വിൻഡോ സീറ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ സ്ഥാനം പിടിച്ചു. വിമാനം പയ്യെ ഓടിത്തുടങ്ങി. ഭൂട്ടാനിലേക്കുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനമായ കാര്യം കാലാവസ്ഥ നല്ലതാണെങ്കിൽ എവറസ്റ്റ് കാണാൻ പറ്റുമെന്നതാണ്. നേപ്പാളിൽ നിന്ന് കിഴക്കോട്ടാണ് വിമാനം പറക്കുക. അങ്ങനെ കിഴക്കോട്ട് പറക്കുമ്പോൾ അകലെ എവറസ്റ്റ് കൊടുമുടി കാണാനാവും. സിക്കിമിന്റെ മുകളിലൂടെ പറന്ന് പിന്നെയാണ് ഭൂട്ടാനിലെത്തുക. ഭൂട്ടാൻ പൂർണ്ണമായും മലനിരകളിലെ രാജ്യമാണ്. ഈ എയർപോർട്ടിൽ ഒരു റൺവേയേ ഉള്ളൂ.
ആ റൺവേ ടേബിൾ ടോപ്പ് പോലെയാണ്. പട്ടണത്തിലെ 7ഉം 8ഉം നിലയുള്ള കെട്ടിടങ്ങളൊക്കെ അങ്ങ് താഴെയാണ് കാണുന്നത്. ഇത് ഒരു ഉയർന്ന ഭാഗമാണ്. അതിനാൽ ടേബിൾ ടോപ്പ് എയർപോർട്ട് എന്ന് വിശേഷിപ്പിക്കാം. 3 കിലോമീറ്റർ നീളമുണ്ട് റൺവേയ്ക്ക്. സിറ്റിയുടെ നടുക്കാണ് എയർപോർട്ട്. ഈ ത്രിഭുവൻ എയർപോർട്ടിനെ വലയം ചെയ്തെന്ന മട്ടിലാണ് കാഠ്മണ്ഡു നഗരം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും മലനിരകളാണ്. ഒരു തളിക പോലെയാണ് കാഠ്മണ്ഡു നഗരം കിടക്കുന്നത്. ആ തളികയുടെ രൂപം എങ്ങനെയെന്ന് ഈ വിമാനത്തിലിരിക്കുമ്പോൾ മനസ്സിലാക്കാം. എയർപോർട്ട് ഇരിക്കുന്ന ഭാഗത്തിന് ചുറ്റോടു ചുറ്റും മലകളാണ്. നല്ല തിരക്കുള്ള എയർപോർട്ട്. നിരന്തരം ലാൻഡിങ്ങും ടേക്ക് ഓഫും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലുണ്ട് സർവീസ് എന്ന് തോന്നും. നമ്മൾ മുമ്പേ കണ്ടത് റൺവേയുടെ ഒരു വശമാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് മറുവശമാണ്. കാഠ്മണ്ഡു നഗരത്തിന്റെ കാഴ്ച ഇതാണ്. ചുറ്റോടു ചുറ്റുമുള്ള മലകളുടെ നടുവിലുള്ള തളിക പോലുള്ള ഭാഗത്ത് നഗരം. നഗരത്തിന്റെ ഒത്ത മധ്യത്തിൽ ഒരു റൺവേ. അതിന്റെ ഓരത്ത് എയർപോർട്ട്. ധാരാളം വിമാനങ്ങൾ വന്നു കിടക്കുന്നു. നിരവധി കമ്പനികൾ ഇന്ത്യയിൽ നിന്നും കിഴക്കൻ ഏഷ്യയിൽ നിന്നും ഇങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട്. വിമാനം റൺവേയിൽ നിന്നുയർന്നു. കാഠ്മണ്ഡു നഗരത്തിന്റെ ഒരു ഭാഗത്തിന്റെ കാഴ്ചയാണിത്. കാഠ്മണ്ഡു വാലിയിൽ ഇനി ഒന്നും പണിയാൻ സ്ഥലമില്ലാത്ത മട്ടിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കെട്ടിടങ്ങൾ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നേപ്പാളിന്റെ ഗ്രാമങ്ങളാണ് കാണുന്നത്. ഉൾനാടുകൾ. കുറെ ഭാഗം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം വെയിൽ നേരെ ക്യാമറയിലേക്കായിപ്പോയി. ഹിമാലയൻ മലനിരകൾ. അതിൽ ചിതറിക്കിടക്കുന്നതുപോലെ കെട്ടിടങ്ങൾ. ഒരു നദിയുടെ തീരത്തെ ഗ്രാമമാണിത്. ഹിമാലയത്തിലെ ഗ്രാമങ്ങൾ ഇങ്ങനെയാണ്. മനോഹരമായ ഗ്രാമക്കാഴ്ച. മലകളെ തൊട്ടില്ല എന്ന മട്ടിലാണ് വിമാനം പോകുന്നത്. സീറ്റുകൾ ഭൂരിഭാഗവും കാലിയാണ്. 1 മണിക്കൂറിന്റെ പറക്കലേ ഉള്ളൂ കാഠ്മണ്ഡുവിൽ നിന്ന് പാരോയിലേക്ക്. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റ് അറ്റൻഡൻസ് ഭക്ഷണപാനീയങ്ങളുമായി എത്തി. UK-യിൽ അയച്ച് പരിശീലിപ്പിച്ച ശേഷമാണ് ഭൂട്ടാൻ എയർലൈൻസ് തങ്ങളുടെ ക്യാബിൻ ക്രൂവിനെ വിമാനങ്ങളിൽ നിയോഗിക്കുന്നത്. ഇതിനിടെ എനിക്കും ഭക്ഷണമെത്തി. സ്നാക്സ് ആണ്. ഒരു കേക്ക്, ഒരു സാൻഡ്വിച്ച്, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ജ്യൂസും. ആവശ്യമെങ്കിൽ മദ്യവും കിട്ടും. അങ്ങനെ കുറെ പറന്ന് എവറസ്റ്റിന്റെ ഭാഗത്തെത്തിയപ്പോൾ മേഘമായിപ്പോയി. അതുകൊണ്ട് എവറസ്റ്റിനെ കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് സിക്കിമൊക്കെ കടന്ന് ഇപ്പോൾ വിമാനം ഭൂട്ടാനിലെ പാരോയോട് അടുക്കുകയാണ്. കുറെ ഭാഗത്ത് മേഘമായിപ്പോയി. കാലാവസ്ഥ ഇത്തിരി മോശമാണ്. നേപ്പാളിൽ കടുത്ത വെയിലും ചൂടുമായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് മേഘം നിറഞ്ഞ ആകാശത്തിലൂടെയാണ്. പൈൻ മരങ്ങളോ സൈപ്രസ് മരങ്ങളോ നിറഞ്ഞു വളരുന്ന വനം താഴെ. ചില മലമുകളിലേക്കൊക്കെ വഴിവെട്ടിയിരിക്കുന്നു. വിമാനം വളഞ്ഞും പുളഞ്ഞുമൊക്കെയാണ് പോകുന്നതെന്ന് ഇതിലിരിക്കുമ്പോൾ മനസ്സിലാകും. നേരെ പോയാൽ മലയിൽ ഇടിച്ചേക്കും. ചില മലകൾ പ്രതിരോധം തീർത്തെന്നോണം മുന്നിലങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്. അതിനെയൊക്കെ വെട്ടിച്ചു മാറ്റി ചെത്തുപിള്ളാരുടെ ബൈക്ക് പോകുന്നത് പോലെയാണ് വിമാനത്തിന്റെ പോക്ക്. മലമുകളിലേക്ക് വെട്ടിയുണ്ടാക്കിയ വഴികൾ ഏതോ വിദൂര ഗ്രാമങ്ങളിലേക്കുള്ളതാണ്. ഇതാണ് ഭൂട്ടാന്റെ ഭൂപ്രകൃതി. ശരിക്കുള്ള ഹിമാലയൻ രാജ്യം ഭൂട്ടാനാണ്, നേപ്പാളല്ല. നേപ്പാളിന് കുറെ താഴ്വരകളും സമതല പ്രദേശങ്ങളുമുണ്ട്. ഭൂട്ടാന് അതൊന്നുമില്ല. മലമടക്കുകളും ഞൊറിവുകളും മാത്രമുള്ള ഒരു രാജ്യം. ഇവിടെ എങ്ങനെ വിമാനം കൊണ്ടുപോയി ലാൻഡ് ചെയ്യുമെന്ന് അത്ഭുതം തോന്നും. ചിലപ്പോൾ വിമാനം മലനിരയോട് ചേർന്ന് തൊട്ടില്ല എന്ന മട്ടിലൊക്കെയാണ് പോകുന്നത്. ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച എയർപോർട്ടുകളിലൊന്നാണ് പാരോ ഇന്റർനാഷണൽ എയർപോർട്ട്. അവിടെ വിമാനം ലാൻഡ് ചെയ്യാൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള പൈലറ്റുമാരും കുറവാണ്. അതുകൊണ്ട് തന്നെ വിദേശങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വിമാന സർവീസുകളുമില്ല. ഭൂട്ടാന്റെ പരിചയസമ്പന്നരായ പൈലറ്റുമാർ ഭൂട്ടാൻ എയർലൈൻസിന്റെയും ഭൂട്ടാനിലെ തന്നെ ഡ്രൂക്ക് എയറിന്റെയും വിമാനങ്ങൾ ഇവിടേക്ക് പറത്തുന്നു. വിമാനം ഇപ്പോൾ പാരോയിലേക്ക് എത്തിയിരിക്കുന്നു. പാരോയുടെ നെൽവയലുകളാണ് താഴെ. മനോഹരമായ കാഴ്ച.
ഒരു ഭാഗത്തുകൂടി നദി ഒഴുകുന്നു. അങ്ങനെ ആ തീരത്തുകൂടി താഴ്വാരത്തെ കുറച്ചു നെൽവയലുകളുള്ള ചെറുസമതലത്തിലെ റൺവേയിലേക്ക് വിമാനം ലാൻഡ് ചെയ്തു. നെൽവയലിലാണ് അത് ഇറങ്ങിയതെന്ന് തോന്നും. അതിമനോഹരമായ ഭൂപ്രദേശത്തേക്ക്. ഭൂട്ടാനിലേക്ക് എൻ്റെ 3ാമത്തെ വരവാണിത്. ഞാൻ ഇതിനു മുൻപ് 2 തവണ സഞ്ചാരം ഷൂട്ട് ചെയ്യാൻ തന്നെ വന്നിട്ടുണ്ട്. മരവും കട്ടയും ഒക്കെ കൊണ്ട് പണിത ട്രഡീഷണൽ കെട്ടിടങ്ങൾ ഇപ്പോഴും ഈ രാജ്യത്തെ പ്രധാന കാഴ്ചയാണ്. ഭൂട്ടാൻ ഒരു വിചിത്ര രാജ്യമാണ്. ധാരാളം കഥകൾ ഈ ഭൂട്ടാന്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇതൊരു സമ്പന്ന രാജ്യമല്ല. പക്ഷേ ഇവരുടെ പ്രത്യേകത, ഇവർ രാജ്യത്തിന്റെ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനല്ല പ്രാധാന്യം നൽകുന്നത്. രാജ്യത്തിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് ഹാപ്പിനെസ്സിനാണ്. ജനങ്ങൾ എത്ര സന്തുഷ്ടരാണെന്നതാണ് കാര്യം. പഴയ മട്ടിലുള്ള ചിന്തയും ലളിതമായ സാഹചര്യങ്ങളും വളരെ സാവധാനത്തിലുള്ള ചര്യകളുമെല്ലാമായി ഒരു പ്രത്യേക താളത്തിലാണ് ഈ നാട്ടുകാർ ജീവിക്കുന്നത്. അവർക്ക് ആ താളത്തിൽ ജീവിക്കാനും അതിലൂടെ സന്തോഷിക്കാനും അവസരമൊരുക്കുക മാത്രമാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇന്നാട്ടുകാരെ ജപ്പാൻകാരെ പോലെയാക്കാൻ ഗവൺമെന്റിന് ഉദ്ദേശമില്ല. അവരെ അമേരിക്കക്കാരെ പോലെയാക്കാനും ഉദ്ദേശമില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് അവർ ആസ്വദിക്കുന്ന ജീവിതം കൊടുക്കുക, അതാണ് പ്രധാനം. അത് ഇവിടുത്തെ രാജാവും ഭരണകൂടവും കൃത്യമായി നടപ്പാക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് ഈ രാജ്യത്തേതെന്ന് പറയാം. ഭരണഘടനാപരമായ രാജഭരണം. എയർപോർട്ടിൽ ചെറിയ വിമാനങ്ങളാണ് കിടക്കുന്നതെല്ലാം. തീരെ ചെറുതുമുണ്ട്. ഇപ്പോൾ ഭൂട്ടാനിൽ 1-2 ചെറിയ വിമാനത്താവളങ്ങളുണ്ട്. അവിടേക്ക് സർവീസ് നടത്തുന്ന വിമാനങ്ങളാണ്. ഞാൻ ആദ്യം ഇവിടേക്ക് വരുമ്പോൾ ഒരൊറ്റ വിമാനമേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2 വിമാന കമ്പനികൾക്കും കൂടി 7 വിമാനങ്ങളുണ്ട്. അത് കൂടുതലും ബാങ്കോക്കിലേക്കും സിംഗപ്പൂരിലേക്കും ഡൽഹിയിലേക്കും ധാക്കയിലേക്കും പിന്നെ കാഠ്മണ്ഡുവിലേക്കുമാണ് സർവീസ് നടത്തുന്നത്. വിമാനം നിശ്ചലമായി. എല്ലാവരും എഴുന്നേറ്റു. ഡൽഹിയിൽ നിന്ന് കയറിയവരാണ് കൂടുതലും. താഴെ ഇറങ്ങി വന്നു. ഭൂട്ടാൻ എയർലൈൻസിനെ പശ്ചാത്തലമാക്കി എല്ലാവരും ഫോട്ടോ എടുക്കുന്നു. കാരണം ഒരു വിചിത്ര രാജ്യത്തേക്കാണല്ലോ വന്നിറങ്ങിയിരിക്കുന്നത്. ഇതാണ് എയർപോർട്ടിന്റെ കെട്ടിടങ്ങൾ. അതെല്ലാം ട്രഡീഷണൽ ശൈലിയിൽ തന്നെയാണ് പണിതുവച്ചിരിക്കുന്നത്. ഇവിടെ വന്നിറങ്ങണമെങ്കിൽ നേരത്തെ ഓൺലൈനായി പെർമിറ്റ് എടുക്കണം. എയർപോർട്ടിൽ വന്ന് ഫീസ് അടച്ചാൽ ഓൺ അറൈവൽ വിസയും കിട്ടും. ഞാൻ നേരത്തെ തന്നെ പെർമിറ്റ് എടുത്തിട്ടുണ്ട്. ടൂർ സംഘങ്ങളെ കൊണ്ടുപോകുമ്പോൾ പെർമിറ്റ് എടുത്തു പോയാൽ എളുപ്പമുണ്ട്. പെർമിറ്റ് എടുക്കാതെ വരുന്നവർക്ക് കൂടുതൽ സമയമെടുക്കേണ്ടി വരുന്നതിനാൽ ഇപ്പോൾ നേരത്തെ പെർമിറ്റ് എടുത്തു വരുന്നവരും കാത്തു നിൽക്കേണ്ടി വരുന്നു. കുറേ നേരം ക്യൂവിൽ നിന്നു. എന്റെ മുന്നിൽ നിന്നവരുടെ പ്രശ്നം കാരണം. പെർമിറ്റ് കാണിച്ച് എനിക്ക് 1 മിനിറ്റ് കൊണ്ട് കൗണ്ടർ വിടാനും കഴിഞ്ഞു. കൊറോസലുകളുടെ സമീപത്ത് ഇവിടുത്തെ ജോങ് എന്ന കോട്ടകളുടെ മിനിയേച്ചർ. രാജകൊട്ടാരങ്ങൾ തന്നെയാണ്. എനിക്ക് ലഗേജ് ഒന്നും എടുക്കാനില്ലായിരുന്നു. അതിനാൽ വേഗം പുറത്തേക്കിറങ്ങി. മനോഹരമായ ഒരു എയർപോർട്ട്. അവിടെ ചില ശില്പങ്ങളൊക്കെ നമ്മളെ സ്വീകരിക്കുന്നു. ട്രഡീഷനെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് കണ്ടു പഠിക്കണമെങ്കിൽ നമ്മൾ ഭൂട്ടാനിലേക്ക് വരണം. ഒരേ തരം പാരമ്പര്യ വസ്ത്രം ധരിച്ച ആളുകൾ, ടൂർ ഗൈഡുകളൊക്കെയാണിവർ. ഇവിടുത്തെ ഒരു പ്രത്യേകത, വിദേശത്തു നിന്നും വന്നിറങ്ങുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ ഒരു ടൂർ ഗൈഡും ടൂർ കമ്പനിയും ഉണ്ടായിരിക്കണം എന്നതാണ്. താഷി എന്നാണ് ഇയാളുടെ പേര്. താഷിയാണ് ഇനി എന്നെ തെംഫുവിലേക്ക് കൊണ്ടുപോകുന്നത്. പാരോയിൽ നിന്ന് തെംഫുവിലേക്ക് ഏതാണ്ട് 50 കിലോമീറ്ററാണ് ദൂരം. 1.5 മണിക്കൂറിന്റെ യാത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തിംഫുവിൽ എയർപോർട്ടില്ല. പാരോയിലാണ് എയർപോർട്ട്. തലസ്ഥാനമായ തിംഫുവിൽ എയർപോർട്ട് പണിയാൻ സൗകര്യവുമില്ല. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. എല്ലാ ടൂറിസ്റ്റുകൾക്കും ഒരു ഗൈഡിന്റെ സഹായത്തോടെയേ പോകാൻ പറ്റുകയുള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു ടൂറിസ്റ്റോ ഒരു സംഘമോ വരുമ്പോൾ നാട്ടുകാരനായ ഒരാൾക്ക് തൊഴിൽ കിട്ടും. എനിക്ക് വേണ്ടി ഒരു കാർ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ഗോപാൽ എന്നാണ്. ഗോപാലിന് നേപ്പാളുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ഹിന്ദിയൊക്കെ അറിയാം. ഇനി പാരോ എന്ന ഇവരുടെ ചെറുപട്ടണത്തിൽ നിന്ന് തിംഫു എന്ന തലസ്ഥാന നഗരത്തിലേക്ക് പോവുകയാണ്. മലനിരകൾക്കിടയിലെ മനോഹരമായ താഴ്വരയിലൂടെ ഒരു കാർ യാത്ര. ചില സെറമോണിയൽ ഗേറ്റുകളൊക്കെ കാണാം. ഇടതുവശത്ത് കാണുന്നതൊക്കെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളാണ്. ഒരു ഭാഗത്തുകൂടി നദി ഒഴുകുന്നു. പാച്ചു എന്ന് വിളിക്കുന്ന പാരോച്ചു നദി.
മറുവശത്ത് എയർപോർട്ടിന്റെ റൺവേ ഇവിടം കൊണ്ട് തീരുന്നു. ഇനി നീളം കൂട്ടാനൊന്നുമില്ല. എയർപോർട്ട് പിന്നിട്ട് പോകുമ്പോൾ ബൗണ്ടി എന്ന ഒരു ഭാഗമുണ്ട്. പാരോയുടെ ഒരു ഭാഗം തന്നെയാണ്. മരങ്ങൾ വെച്ചുപിടിപ്പിച്ച നദീതീരം. ഇവിടെ കാണുന്ന കെട്ടിടങ്ങൾക്കെല്ലാം പഴയ രൂപമാണ്. പുതിയ കാലത്ത് പണിയുന്നതിനും ട്രഡീഷണൽ ശൈലി വേണമെന്ന് കർശനമായ നിയമമുള്ള രാജ്യമാണ് ഭൂട്ടാൻ. കെട്ടിട നിർമ്മാണം, മനുഷ്യരുടെ വസ്ത്രധാരണം, പാരമ്പര്യം സംരക്ഷിക്കൽ, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കർശനമായ വ്യവസ്ഥയുള്ള ഒരു രാജ്യം. സാമാന്യം വൃത്തിയായി തെരുവോരങ്ങളും നഗരവും രാജ്യം ഒന്നാകെ തന്നെയും സംരക്ഷിക്കുന്നുമുണ്ട്. ജനസംഖ്യ കുറവായതും കർശനമായ നിയമങ്ങളുള്ളതുമൊക്കെയായിരിക്കണം ഈ വൃത്തിയുടെ നിദാനം. ഞാൻ വ്യത്യസ്തമായൊരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഒരു രാജ്യത്തിന് മറ്റു നാടുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വീക്ഷണമുണ്ടാകുക എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുമല്ലോ. ഇനി മലകയറ്റം തുടങ്ങുകയാണ്. പാരോ ചെറിയ താഴ്വാരമാണ്. മലമ്പ്രദേശങ്ങളിലൂടെയും മലമടക്കുകളിലൂടെയും വേണം തിംഫുവിലേക്ക് എത്താൻ.